തുടർന്ന് അരിഹൻ സ്വന്തം അനുയായികളായി പ്രവർത്തിക്കേണ്ട 4 മായകളെ സൃഷ്ടിച്ചു. ഋഷി, യതി, കീര്യൻ, ഉപാധ്യായൻ എന്നിവരായിരുന്ന 4 മായകൾ ത്രിപുരാസുരന്മാരുടെ കോട്ടകളിൽ പ്രവേശിക്കേണ്ട സമയമായപ്പോൾ അവരെല്ലാം പ്രവേശിച്ചു. ക്രമേണ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. തൽഫലമായി ത്രിപുരാസുരന്മാർ മതരഹിതരായി. മാത്രമല്ല, അവരുടെ പ്രജകളും വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ മതരഹിതരായി തീർന്നു. ത്രിപുരാസുരന്മാർ പൂർണ്ണമായും മതരഹിതരായി മാറിയതായി കണ്ട ദേവന്മാർ ശിവനെ സമീപിച്ച് അവരെ കൊല്ലുവാൻ അഭ്യർത്ഥിച്ചു. അതേ സന്ദർഭത്തിൽ പാർവതിയും മക്കളായ കാർത്തികേയനും ഗണേശനും അവിടെ എത്തുന്നു. അവർ തങ്ങളോടൊപ്പം ശിവനെ കൊട്ടാരത്തിലേക്ക് വരുവാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ എല്ലാ ദേവന്മാരും അവരെ പിന്തുടർന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പാർവതി ദേവന്മാരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതിൽ അവർ കോപിച്ചു. അവർക്ക് അവരുടെ കോപം മറച്ചുവെക്കാൻ കഴിയാതെ പ്രകടിപ്പിച്ചു. അതിൽ ക്ഷുഭിതനായ ശിവഗണങ്ങളിൽ ഒന്നായ കുംഭോദരൻ കോപാകുലനായി ദേവന്മാരെ ആക്രമിക്കുന്നു. അവരെല്ലാം പരിക്കേറ്റ് ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ വിഷ്ണു അവരോട് 5 അക്ഷരമുള്ള മന്ത്രമായ ഓം നമഃശിവായ 1 കോടി തവണ ജപിക്കുവാൻ ഉപദേശിക്കുന്നു. ദേവന്മാർ അദ്ദേഹത്തിന്റെ നിർദ്ദേശം പാലിച്ചു. ഭഗവാൻ ശിവൻ സന്തുഷ്ടനായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ദേവന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ത്രിപുരാസുരന്മാരുടെ അന്ത്യത്തിൽ ഉറപ്പ് ലഭിച്ച ദേവന്മാർ അത്യധികം സന്തോഷിച്ചു. അവർ അവരുടെ ദിവ്യായുധങ്ങൾ ശിവന് സമർപ്പിക്കുന്നു. അതിനാൽ തന്നെ അസുരന്മാരുടെ നിഗ്രഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. വിശ്വകർമാവ് അദ്ദേഹത്തിന്റെ മനോഹരമായ രഥം ഭഗവാന് നൽകി. അവയുമായി ത്രിപുരാസുരന്മാരുടെ കോട്ടകളിലേക്ക് അദ്ദേഹം ലക്ഷ്യം വെച്ചു. ശിവനെ ദേവന്മാരുടെ വലിയൊരു സൈന്യവും അനുഗമിക്കുന്നുണ്ടായിരുന്നു. വില്ലാളിയായ അദ്ദേഹവും സൈന്യവും കോട്ടകളിൽ പ്രവേശിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അസ്ത്രം എയ്യുവാൻ കഴിയുന്നില്ല. അങ്ങനെ 1000 വർഷത്തോളം ശിവനും സൈന്യവും ഈ അവസ്ഥയിൽ തുടർന്നു. അനന്തരവും അദ്ദേഹത്തിന്റെ അമ്പയത്തിന് ഫലം കണ്ടില്ല. തുടർന്ന് ശിവൻ ഗണേശനെ ഉപവസിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുപ്രധാന ആയുധമായ പാശുപതം പ്രയോഗിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഒരു അശരീരി ഉയർന്നു കേട്ടു. ത്രിപുരാസുരന്റെ കോട്ടകളുടെ ദിശയിലേക്ക് ശിവൻ പാശുപതം തൊടുത്തു. പാശുപതാസ്ത്രത്തിന്റെ ആക്രമണത്തിൽ 3 കോട്ടകളും നശിപ്പിക്കപ്പെട്ടു. ആ നാശം അസുരന്മാർക്കിടയിൽ ഭീതി വിതച്ചു. ചുറ്റും ഭീതിജനകമായ നാശവും മരണങ്ങളും നേരിൽ കണ്ട ത്രിപുരാസുരന്മാർ ശിവനോട് കരുണ കാണിക്കുവാൻ പ്രാർത്ഥിച്ചു. മരണാനന്തരം അവർ എന്റെ ഗണങ്ങളായി ജനിക്കുമെന്ന് ശിവൻ അവർക്ക് ഉറപ്പ് നൽകി. ഒടുവിൽ ത്രിപുരാസുരന്മാരെ ദഹിപ്പിച്ചു കൊന്നു. ആ നശീകരണത്തിൽ നിന്ന് അതിജീവിച്ച ഒരേ ഒരു രാക്ഷസനായിരുന്നു മായൻ. മരണാനന്തരം ത്രിപുരാസുരന്മാർക്ക് ശിവന്റെ ഗണങ്ങളായി പുനർജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു.